ഒരാളെ കാണിച്ചേ. നമ്മള് എന്താ പറയാ ഹാളുള്ളപ്പോ നമ്മളെ വർത്താനം കേട്ട് കളിക്കാൻ, നമ്മള് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വന്ന് നോക്കുമ്പോ കണ്ടോ, നമ്മള് ഹാള് നിക്കുമ്പോ നമ്മളപ്പോ ഇങ്ങനെ എന്താ നമ്മളിങ്ങനെ പണിയെടുക്കുമ്പോ അതിനൊരു സാധനത്താ കളിക്കും. നമ്മള് ഇങ്ങനെ പിടിച്ച് കേറ്റുന്നല്ലോ. അല്ല, ഇത് താഴെ നിക്കൂല, അതാ പ്രശ്നം. അതിന് നമ്മളെ പ്രസൻസ് വേണോ? അതെ, ഇപ്പൊ ഒറ്റക്കാണെങ്കിൽ നമ്മൾ സംസാരം എവിടെയാണോ ഉള്ളത് അവിടേക്ക് മെല്ലെ വരും. അതന്നെ. പിന്നെ ഒരാൾ ചോദിച്ചു ലവ് ബേർഡ് ആണോ നമുക്ക് മോൻക്ക് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? ലവ് ബേർഡ് അല്ല, ഇത് തത്താണ്. പക്ഷെ ഇന്ത്യൻ തത്തല്ല, പക്ഷെ നല്ല ഇണങ്ങുന്ന ടൈപ്പാട്ടോ. കാരണം നമ്മളായിട്ട് ഭയങ്കര ഇണങ്ങും, ഭയങ്കര ഒരു സ്നേഹമുള്ള ടൈപ്പാ. മറ്റേ ലവ് ബേർഡ്സ് എന്ന് പറയുമ്പോ ഒരു അവസരം കിട്ടി അങ്ങ് പറഞ്ഞു വയ്ക്കാളൂല്ലേ. നമ്മുടെ അടുത്തുണ്ട് ടുട്ടു എന്ന് തന്നെ ലവ് ബേർഡ് പണ്ട്. അത് അവസരം കിട്ടിയപ്പോ എങ്ങോട്ടാ പറന്നറിയാം. അതെ, അതുവരെ നമ്മള് നോക്കുമ്പോ ഇത്തിരി പറക്കുന്ന ആള് ഇത് അപ്പൊ സ്പീഡ് കാണണം. ഇത് അങ്ങനെ പറക്കൂല, ഇത് ഓൾറെഡി ഇതിന് ചിറകെല്ലാം വെട്ടിയിട്ട് തരുന്നാണെന്ന് തോന്നുന്നു. അതിന് വാങ്ങുമ്പോഴേ ചെറുത്. പക്ഷെ വേറെ സത്യസന്ധമായ കാര്യം പറയുകയാണെങ്കിൽ ഇതിലെ നമ്മൾ അതിഥി മാത്രം അത്. അതെ, ഇതിന് പറക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വെച്ചിട്ട് അതിന് പറക്കാൻ കഴിയുള്ളൂ. അതെ, ഇത് അതിഥിയാ. ഇത് ഇപ്പൊ കുറച്ച് ദിവസം കൂടി ഉണ്ടാവുള്ളത്. ഇതിന് ഓണർ ഇപ്പോഴൊന്നും വരല്ലേന്നാ ഞാൻ വിചാരിക്കല്. അത് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവളെ ഇക്കാക്കിന്റെ വൈഫിന്റെ വീട്ടിലിങ്ങനെ പോയ സമയത്ത് നമ്മള് 2 മാസത്തേക്ക് 3 മാസത്തേക്ക് അല്ലേ, 3 മാസത്തേക്ക് നമ്മളെ വീട്ടില് ഇവിടെ ഹിബന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചായിരുന്നു. പക്ഷെ അത് എന്താ പറയാ വിത്തിൻ ഡേയ്സുകളിൽ തന്നെ നല്ല ഇണങ്ങി, ഭയങ്കര ഒരു എന്താ പറയാ ഇണക്കുണ്ട്, നല്ല ഇണക്കുള്ള വിഭാഗം കേട്ടോ. ഇപ്പൊ കുറെ ആൾക്കാർ നമ്മളെ വീഡിയോസിലും മിനി വ്ളോഗ്സിലും, അപ്പൊ നമ്മളെ മിനി വ്ളോഗ്സിലും വീഡിയോസിലൊക്കെ കുറെ കയറി കുറെ എന്താ പറയാ ഈ ഇങ്ങനെ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിരുന്നു കുറെ ആൾക്കാർ ഇതിങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ്, മുന്നേ മക്കൾക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പേരക്കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇണങ്ങോന്നൊക്കെ ചോദിച്ചില്ലേ. അപ്പൊ എന്താ പറയാ ലവ് ബേർഡ് അല്ലേ ഇവ? അല്ല, അത് ഇത് വാങ്ങിക്കാൻ കിട്ടും, നമ്മള് അവിടെ അറിയില്ല, കാരണം ഓരോ എവിടുന്ന വാങ്ങിച്ചത് കറക്റ്റ് അറിയില്ല. പക്ഷെ എന്താ പറയാ നല്ല കണ്ട ഇങ്ങനെ കൊത്തി കളിക്കണം, എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. അവളെ തല ചിലപ്പോൾ പേനെടുത്തുറുക്കും. അങ്ങനെ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടങ്ങാറൊന്നുമില്ല കേട്ടോ. സാധാരണ ഇത് മേത്ത് കയറുമ്പോ അപ്പിടില്ല, പക്ഷെ എന്താന്നറിയില്ല എന്റെ മേത്ത് ഇവിടെ അവളെ ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, എല്ലാരും ഉണ്ട്. ആരെ മേത്ത് ഇതുവരെ അപ്പിട്ടില്ല. എന്റെ മേത്ത് 4 പ്രാവശ്യം ഇട്ടന്ന്, 4 പ്രാവശ്യം കിട്ടുന്നത്. വേറെ ആരെ മേത്ത് ഇടൂല. പിന്നെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ പേരക്ക, ആപ്പിൾ, പിന്നെ കോണ് കഴിക്കും. എന്നെ പറ്റിയാ പറയുന്നത്, സീഡ്സ് കഴിക്കും. അതെ, അങ്ങനെ എന്താ പറയാ ലക്ഷറി ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ കണ്ടോ. പിന്നെന്തെങ്കിലുമൊക്കെ കൊടുത്ത് കഴിക്കുമായിരിക്കും, അതെനിക്കറിയില്ല കേട്ടോ. ഓരിതൊക്കെയാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് നമ്മളിപ്പോ അത് എന്താ പറയാ പിന്തുടരുന്നത് ചെയ്തു പോകുന്നു. അപ്പൊ എന്താ പറയാ കുറെ ആൾക്കാർ നമ്മളെ ചോദിച്ചും കൊണ്ട് പറയാണ് കണ്ടോ. എന്റെ അടുത്തേക്ക് വരണ്ട, ഇതിനിങ്ങനെ ആരെങ്കിലും എടുത്ത് ഇങ്ങനെ വന്നോണ്ട് നിൽക്കും. ഇനിയിപ്പോ കണ്ടില്ലെങ്കിൽ വേറൊരു പ്രശ്നം ഉണ്ട് ഇനി അല്ലേ. അതായത് ഇപ്പൊ ഹിബന്റെ അതിനെ കൂട്ടിലാക്കിയിട്ട് ഇപ്പൊ ഹിബ അടുക്കളയിലൊക്കെ പിറ്റേന്ന് രാവിലെ അടുക്കളയിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓളെ സൗണ്ട് കേട്ടാ മതി. സൗണ്ട് കേട്ടാ അവിടുന്ന് ആളെന്താവും കരയാൻ തുടങ്ങും. അതിനെ പിന്നെ എടുക്കുക, അല്ലെങ്കിൽ കൈമ കയറ്റി എന്ത് വേണം ചെയ്യാൻ. ഒന്ന് കേറ്റാ നോക്കാം, കേറാൻ നോക്കാം. ഹലോ, ഒരു ഹായ് പറയും. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, ചാരിയൊക്കെ നിൽക്കും. പ്രശ്നം പറയോ ഈ ചെവിട് കണ്ട കടിച്ച് ചെവിട് മാത്രം. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. ഒന്ന് ആവിടുന്ന് കാണിച്ചെടുക്ക്. കൊറേ ആൾക്കാരെ ഡൗട്ട് വയ്ക്കുന്നുണ്ട്, ഏത് എന്റെ പെർഫോമൻസ് കാണിച്ചു കൊടുക്കും, എന്നിട്ടാണ് അവർക്ക് വാങ്ങിക്കേ. ഞാൻ പറയാണ് അതെന്റെ മൈക്ക്, ഇവന്റെ പെർഫോമൻസ് അല്ല, എന്റെ പെർഫോമൻസ് കാണിച്ചെടുക്ക്. എന്നാ എന്റെ കൂട്ടക്കാരൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചോണ്ടോ കാണുന്നിരുന്ന അവിടെ അടുത്ത് കാണിച്ചെടുക്ക്. എന്റെ അടുത്തേക്ക് വരാനുള്ള പരിപാടിയില്ല ആണോ? ഞാൻ കാണിച്ചു കൊടുക്കുന്നാല് 1 2 3 സ്റ്റാർട്ട്. എനിക്ക് തോന്നുന്നത് അറിയോ, നീ വീഡിയോയില് ആ വീടിന്ന് കാണിച്ചെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാ കരുതിക്കുട്ടി ഇടായിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ പറ്റില്ലല്ലോ, ആവി ഇടിയിപ്പിച്ചിട്ട് എന്താ പറയാ കല്യാണക്കുറി കാണിച്ചിട്ട് ഇങ്ങനെ പോയാ മതി. ആ വിടറി, ഇത് ഇടിയാണോ ഡാണോ അതൊന്നും എനിക്കറിയില്ല. ആ വിട്, അത്
എന്തെങ്കിലും ഒന്ന് ഊതുമ്പോഴേക്ക് ഒച്ചണ്ടായി കൊടുക്കുക. വിടുന്നത് അതിനല്ലോ. അങ്ങനെ മേത്തോടെ സമ്മതിക്കുന്നില്ല. നമ്മള് ശശിയാക്കാണ് അഷിക്കാം. നമ്മള് വലിയ ഹൈപ്പ് കൊടുത്തിട്ട്. എന്റെ പെർഫോമൻസ് മോശമാണെങ്കിൽ വാങ്ങിക്കൂലോട്ടോ ആരും. കുർത്തക്കേട കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പെണ്ണായിരിക്കും. ശരിയാ, അത് ഞാൻ അഗ്രി ചെയ്ത്. നമ്മള് രാവിലെ എണീച്ച് ഇപ്പൊ ഇമുവിന്റെ അടുത്തേക്ക് പോവാട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ട സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ഇണങ്ങുവോ, വിളിക്കുമ്പോ വിളി കേൾക്കുമോന്നല്ലോ. ഇന്നലെ നമ്മള് ഒരു വീഡിയോയിൽ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, വിളിക്കുമ്പോഴേക്ക് വിളി കേൾക്കും, രാവിലെ ആകുമ്പോ നമ്മളെങ്ങനെ കാത്തിക്കുന്നല്ലോ. നമുക്ക് പോയോക്കാം. വാപ്പ രാവിലെ തന്നെ എണീച്ച് അതിനെ പുറത്താക്കിക്കണ്, പുറത്ത് കൂട്ടിലേക്ക് ആക്കിക്ക. പോയേക്ക വാ കം. വിളിച്ചു പോയിക്കോ. ഇവോ തുടങ്ങി മക്കളെ. ഇവോ 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 നീ വിളിച്ചാ വിളി കേക്കോ? വിളിച്ചാ വിളി കേക്കോ? ഞാൻ കൂട്ടിൽ നിറക്കാൻ വേണ്ടിട്ടുള്ള ഒച്ചയുമ്പോഴത് മൊത്തക്കിട്ട് പലതരം സർക്കസ്. ഇനി വെറുതെ ഈ കൂട് തുറന്ന് കുറച്ച് പകുതി തുറന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഇത്തിരി തുറന്നു വരുന്നു. റെഡി വാൻ കണ്ടോ? കൂടൊക്കെ പൊക്കാണ്. മറ്റേ കൊക്ക് സ്വന്തമായിട്ട് പൊക്കും. കണ്ടാ സ്വന്തമായിട്ട് പൊക്കും. ചാടി എങ്ങനെ പുറത്തിറങ്ങണം. പൊക്കി കാണിച്ചു കൊടുക്ക്. ഒന്ന് പൊക്കി കാണിച്ചു കൊടുക്ക്. ഇതൊന്ന് പൊക്കുതാ. ഗുഡ് ബോയ് മക്കളെ. കേറി റിവേഴ്സ് അടിച്ചു പോന്നാ. അതിന്റെ മോളിൽ കയറണ്ട, അതിന്റെ മോളിൽ കയറി എനിക്ക് പിടിക്കാൻ കിട്ടൂല. വാ യൂഷ്വലി നമ്മൾ ഇങ്ങനെയാണ് ഇറക്കല്, കൈ വെച്ചിട്ട് ഇറക്കലില്ല. ഇങ്ങനെ ഷോൾഡർ വെച്ച് കൊടുത്തിട്ട് കേട്ടല്ല. ഷോൾഡറിലാണോ ആശാന് എന്താ പറയാ കേറും വേഗം. അപ്പൊ മൂപ്പർക്ക് ഒരു കൺഫ്യൂഷൻ, ഇതിപ്പോ കേറണോ വേണ്ടേ? എന്നാ തിരിച്ചു പോയിക്കോ. പോട് എനിക്ക് എന്നെ വേണ്ട. പോട് എനിക്ക് വേണ്ട. പോട് എന്തോ ഒച്ചപ്പൊളൊക്കെ ഉണ്ടാക്കുന്ന എനിക്ക് വേണ്ട. പോട് വേണ്ട എന്നെ വേണ്ട. പോട്. അപ്പൊ തലേമ പോന്ന ഇനി കുറച്ച് പേ എടുത്തോളൂ. മുടിമ കളിക്കാൻ ഭയങ്കര ഇഷ്ടാ. അതെ, നമ്മളെ കൂടെ അങ്ങനെ അത് ഹാപ്പിയാ. ഇപ്പൊ നമ്മള് ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ടാ തോന്നുന്നു. ഇപ്പൊ എപ്പോഴും പറയുന്നുണ്ട്. പിന്നെ സംസാരിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സംസാരിക്കാന്ന് പറഞ്ഞാല് ഇത് കുഞ്ഞായതുകൊണ്ട് മീൻസ് അതിനൊരു വയസ്സൊക്കെ ആവുന്നുള്ളൂ തോന്നും. അതുകൊണ്ട് ഇപ്പൊ സംസാരിക്കൂല. പക്ഷെ ഈ ഒരു കാറ്റഗറിയിലുള്ള ആള് സംസാരിക്കും. അത് നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മള് സംസാരിക്കുന്ന ഇമിറ്റേറ്റ്. ഇപ്പൊ നമ്മള് അതേപോലെ ഇമ്മ കോയിനെ ഇങ്ങനെ തെളിക്കുന്ന സമയത്ത് കോയി എന്ന് പറയും. നമുക്ക് അങ്ങനെ തോന്നാണോന്ന് അറിയില്ല കേട്ടോ. പറയലുണ്ട്. കണ്ടാ ഇങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ആള് തൊടുന്ന ഇഷ്ടല്ല. ഇടക്കിടക്ക് സമ്മതിക്കും. ഇടക്കിടക്ക് സമ്മതിക്കും. പക്ഷെ തൊടുന്ന ഇഷ്ടല്ല. യൂഷ്വലി ഇഷ്ടല്ല. വരുവാ കേറ്റാശിക എന്റെ അടുത്ത് കയറുന്നതാ. മതിയായി, കൂട്ടിനെ വന്ന് കളിച്ച് മതിയായി. വേഗോ കേറില്ല, കാല് കറക്റ്റായില്ല. അപ്പൊ എത്ര ആളെ നമുക്ക് പറയാനുള്ളത്? നമുക്ക് സമയം പോകുന്ന അറിയില്ല. നമ്മുടെ അടുത്ത് ചോദിച്ചത് പെറ്റായിട്ട് വളർത്താൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല ഇണക്കുള്ള ഒരു നമുക്ക് ടൈം പോകുന്ന അറിയില്ല. നല്ല സ്നേഹമാണ്. നല്ല സ്നേഹം. പിന്നെ മേലൊന്നും അപ്പിടൂല. ആശിക്കാന്റെ മാത്രമേ ഇടുള്ളൂ. താഴെ ഇറങ്ങും. പിന്നെ അതേമാതിരി തന്നെ കൊത്തെങ്കിൽ നമ്മൾ വേനാക്കാണ്ട രീതിയിൽ വേനാക്കൊന്നുമില്ല. നല്ല മെല്ലെ മെല്ലെ അങ്ങനെ കൊത്തി. സീഡ്സ് ആണ് കഴിക്കുക. സീഡ്സ് ഒക്കെ നല്ല അടിപൊളിയിൽ കഴിക്കും. വേറെ നമുക്ക് അത് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കളിക്കുന്ന കാണിച്ചരാ ആശിക്ക. ഇത് താഴോട്ട് ഇറങ്ങുന്നില്ലല്ലോ. ചക്കക്കുരു കൊടുത്തൊക്കെ കാണിച്ചരാ നോക്കിക്കോ. ഇഷ്ടമില്ലാത്തതാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. കണ്ട കൊടയുന്നുണ്ട. ഡിസ്കോ കളിക്കുന്നത് നല്ല അങ്ങനെ കമന്നൊക്കെ കിടക്കുന്ന കാണും. നല്ല രസാ.
നമ്മൾ സമയം പോകുന്ന അറിയില്ല. അതെ, നൈസാണ്. ഉം. അപ്പൊ എന്താ പറയാ, നമ്മള് ഡൗട്ട് വെച്ച ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് കാണിച്ചെടുത്തുള്ളൂ അല്ലേ. യെസ്. അപ്പൊ ടാറ്റ പറഞ്ഞോളൂ, ബൈ പറ. ബൈ. പിന്നെ